അപ്പം നമ്മളിത് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നത് തന്നെ വാട്ടർഫോൾസിൻ്റെയാണ്. കാണിച്ചു തരാം. വ്യൂ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ കണ്ണിൽ കാണുന്നതാണ് ശരിക്കും ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും നമുക്കൊരു ക്യാമറയിൽ പകർത്തി കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വെക്കേഷൻ പോകുമ്പോൾ ശരിക്കും മൈൻഡൊക്കെ കാം ആവുമെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ആ ഒരു എന്താ പറയുക, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, കിളികളുടെ നമ്മൾ പോയപ്പോൾ ഈവനിങ്, അതായത് നമ്മൾ സൺസെറ്റാണ് നമുക്ക് ശരിക്കും അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ സൺസെറ്റിൻ്റെ ടൈമിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. സൺസെറ്റ് പറഞ്ഞിരുന്ന വേറൊരു സ്ഥലത്തും കൂടെയായിരുന്നു. 2 സ്ഥലമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഫസ്റ്റ് വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആകെ അടിപൊളി. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കാണാൻ പോകുമ്പോൾ തന്നെ അതിനിടയ്ക്കായിട്ട് ഇതുപോലൊരു അമ്പലം തന്നെയാണ്. അതുപോലൊരു അമ്പലം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ 2 ഇതായിട്ട് തടിയൊക്കെ വെച്ച് അവർ മറച്ചിട്ടുണ്ട്, അതായത് അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ കുത്തൊഴുകി പോകുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്താൽ എന്തായാലും ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. നല്ല തെന്നലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതായത് നല്ല തെറ്റലുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള അട്ടശല്യമുണ്ട്. നമ്മുടെ മറ്റേ എന്താ ഈ രക്തം കുടിക്കുന്ന അട്ടയില്ലേ, അതുണ്ട്. പിന്നെ നമ്മൾ ഈ ഏലത്തോട്ടത്തിൻ്റെ അടുത്തൂടെയാണ്, അതായത് ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമുക്ക് വഴിയുള്ളത്. നല്ലൊരു കാടാണ് കേട്ടോ. നോക്കുമ്പോൾ അറിയാൻ ദൂരോട്ടൊക്കെ നല്ലൊരു കാടാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് ഒരുപാട് ദൂരെ വെച്ച് തന്നെ കേൾക്കാൻ കഴിഞ്ഞു. 2 കിലോമീറ്റേഴ്സ് പറഞ്ഞെങ്കിലും നമ്മൾ ഒരുപാട് ഇറങ്ങി വരണമായിരുന്നു. ബട്ട് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി നിങ്ങൾ വന്നാൽ ഒരിക്കലും നിങ്ങൾക്കിത് മിസ്സാവില്ല കേട്ടോ. അവിടെ ഇറങ്ങി കുറച്ചൊന്ന് നനഞ്ഞു കേട്ടോ. കുളിച്ചതൊന്നുമില്ല. അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്.